നിങ്ങൾ ഒരാളായിട്ട് ഒരു മീറ്റിങ്ങിന് പോവാണ് വിചാരിച്ചോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫിൽ അല്ലെങ്കിൽ ബിസിനസ് ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യണ്ടായിരിക്കാം. നിങ്ങൾ ഒരു 20 ക്വസ്റ്റ്യൻസ് അയാളുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. നമ്മൾ അയാളായിട്ട് പോകുന്നു, ഇരിക്കുന്നു, സംസാരിക്കാൻ തുടങ്ങുന്നു, ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കുന്നു, അയാൾ ഇങ്ങോട്ടും ചോദിക്കുന്നു. നമ്മളൊരു 15 ക്വസ്റ്റ്യൻ ഒക്കെ ആകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമുക്ക് അയാളെ കുറിച്ച് നല്ലൊരു ക്ലാരിറ്റി വന്നു തുടങ്ങി, നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം വന്നു തുടങ്ങി. പിന്നീട് നമ്മൾ ചിന്തിക്കും ബാക്കി ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടായി ചോദിക്കേണ്ടെന്ന്. കാരണം ചോദിച്ചാൽ അയാൾക്ക് മുഷിപ്പാവും. കാരണം നമ്മൾ അപ്പോഴത്തേനും നല്ല ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും, നമുക്ക് തോന്നി ഇയാൾ അടിപൊളിയാണെന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ ആ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കൂല എന്നുള്ളതാണ്. അതായിരിക്കും ചിലപ്പോൾ നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഭയങ്കരമായ ക്ലാരിറ്റി നമ്മുടെ ലൈഫിൽ ബ്രിങ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ചോദിക്കൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കൊരു മുഷിപ്പാവോ വിഷമാവോ വേദനയാവോ എന്നുള്ള തോട്ടൊക്കെ വന്നിട്ട് നമ്മളത് ചോദിക്കാതെ പിന്നോട്ട് നിർത്തി വെച്ചിട്ട് നമ്മൾ ചോദിക്കാതെ പോരും എന്നുള്ളതാണ്. പിന്നെ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുമ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനാണ്, നമ്മൾ വിചാരിക്കണ പോലെ അയാൾ ചെയ്തു തരും, അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അയാൾ അത് അടിപൊളിയായി ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മുന്നോട്ട് നമ്മളത് ചോദിക്കാതെ വരികയും ചെയ്യും. പക്ഷെ പിന്നീട് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അയാൾക്ക് ചിലപ്പോൾ ചെയ്തു തരാൻ പറ്റണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് അറിയില്ല നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്തെന്നുള്ളത്. നമ്മൾ വായ തുറന്ന് പറയാത്തടത്തോളം അയാൾക്ക് എങ്ങനെ അറിയാൻ പറ്റാം ഇന്ന കാര്യങ്ങളാണ് അയാൾ നമ്മളെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ച് വൃത്തിയോടെ അവസാനിപ്പിച്ചിട്ട് വേണം നമ്മളൊരു കാര്യം ഒരാളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് അയാൾ നമുക്ക് ചെയ്തു തരും, അയാൾ നമ്മളെ കൺസിഡറിങ് ഉള്ള തോട്ട്സിലൊന്നും മുന്നോട്ട് പോവരുത്. അത് പിന്നീട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അയാൾക്ക് ചെയ്തു തരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അയാളെ കുറ്റം പറയാൻ തുടങ്ങും. അത് അയാളുടെ കുറ്റമൊന്നുമല്ല, അത് നിങ്ങളുടെ കുറ്റമാണ്. കാരണം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയില്ല അല്ലെങ്കിൽ അതിന് ക്ലാരിറ്റി വരുത്തിയില്ല, അത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളതാണ്. സോ മുന്നോട്ട് പോകുമ്പോൾ ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങൾ മുഴുവൻ ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു കാര്യത്തിൽ ഏത് കാര്യം ആയിക്കോട്ടെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ പകുതി ക്വസ്റ്റ്യൻ ചോദിച്ച് പകുതി നമ്മൾ ആഗ്രഹിച്ചിട്ടൊന്നും മുന്നോട്ട് പോകാൻ നിൽക്കണ്ട. അതുപോലെ കിട്ടിയിട്ടില്ല അതിന് പിന്നീട് ഇരുന്ന് കരയുന്ന വേണ്ടി വരും.